ഈ കേക്ക് പോലെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ ലൈഫിൽ തന്നെ. അപ്പോൾ ഇത്രയും സോഫ്റ്റായി നല്ല ഫ്ലഫി ആയിട്ടുള്ള മലബാറിൻ്റെ സ്വന്തം കലത്തപ്പാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. സത്യം പറയാലോ, എനിക്ക് തീരെ ഉണ്ടാക്കി നോക്കാൻ തോന്നാത്ത ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടും എനിക്ക് ഇതുവരെയും അത് ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഇതിൻ്റെ തന്നെ വീഡിയോ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സ്ക്രോൾ ചെയ്യുമ്പോൾ. പിന്നെ ഒരു വീഡിയോ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് അത് ഉണ്ടാക്കുന്ന രീതിയും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി ദോശ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലിടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും അതുപോലെ തന്നെ 2 ഏലക്കായയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം, അല്ലാണ്ട് കൂടുതലാവരുത്. നമുക്കതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെള്ളം പോലെ ആയാൽ മതി. ഞാനിവിടെ ശർക്കരയുടെ പൊടി എടുത്തിരിക്കുന്നത്, അതും കൂടി ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ഉണ്ടല്ലോ, സത്യത്തിൽ ഇത് കലത്തപ്പാണ് അതിൻ്റെ പേരെങ്കിലും ഇപ്പോൾ അത് പരിഷ്കരിച്ച് കുക്കറിലൊക്കെ ആയി, കുക്കറപ്പം എന്നൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്ത് ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും നാളികേരക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അതിൻ്റെ വെയിറ്റ് ഇടണ്ട. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. എരിപിടി എന്ന് പറഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട, എന്താ എപ്പോഴും സംഭവിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറായ കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സംഭവം 100% സക്സസ് ആയി എന്ന് മാത്രമല്ല, നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെയധികം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈവനിങ്ങിലേക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, കോമ്പിനേഷൻ ശരിയല്ലെങ്കിലും കോഫിയുടെ കൂടെ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. സിനിമനിക് സ്റ്റുഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.